ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ട്. കൂനിയായിരുന്നുവെങ്കിലും അവൾ ക്രമമായി പള്ളിയിൽ പോകുന്നവളായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹത്തിന് കാരണമായി. സാത്താൻ 18 വർഷം കൂനിയാക്കി ബന്ധിച്ചിരുന്നു. സാത്താൻ്റെ പല വിധത്തിലുള്ള ബന്ധനക്കെട്ടുകളെ കർത്താവായ യേശു ക്രിസ്തുവിന് അഴിക്കുവാൻ, സൗഖ്യമാക്കുവാൻ കഴിയും. പിശാച് ചില മനുഷ്യരെ അവൻ്റെ കൈക്കീഴിൽ വർഷങ്ങളോളം കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. 17 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകാന്ത് കൂട്ടുകാരുമായി കൂട്ടുകൂടി നടന്ന അവസരത്തിൽ ചില പ്രശ്നത്തിൻ്റെ പേരിൽ 2-3 പേരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. കുറ്റം സമ്മതിക്കാൻ മർദ്ദിച്ചു. വലതുവശത്തെ കുറുക്കിൻ്റെ ഭാഗത്ത് ഇടികൊണ്ടപ്പോൾ വാരിയലിൻ്റെ ഭാഗം വളഞ്ഞു. ആശുപത്രികളിലും പ്രാർത്ഥനാ സെൻ്ററുകളിലും കയറി ഇറങ്ങിയെങ്കിലും കുറുക്ക് ഭേദമായില്ല. അവസാനം 2025 തിരുവനന്തപുരം ഈഞ്ചക്കൽ ജംഗ്ഷനിലുള്ള സർക്കാർ സിദ്ധ ആശുപത്രിയിൽ 3 മാസം അഡ്മിറ്റായി. എന്നിട്ടും ഭേദമായില്ല. ശ്രീകാന്തിൻ്റെ അമ്മ മോളി പറഞ്ഞു, 17 വർഷമായി അധികമൊന്നും ജോലിക്ക് പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. മോളിയുടെ വീട്ടിൽ അടിയൻ കടയിൽ ചെന്ന് ഒരു കുപ്പി പാരച്യൂട്ടിൻ്റെ ചെറിയ ബോട്ടിൽ വെളിച്ചെണ്ണ വാങ്ങി വീട്ടിൽ നിന്നും അര ഗ്ലാസ് ചൂടുവെള്ളം വാങ്ങി പ്രാർത്ഥിച്ച് ശ്രീകാന്തിന് കുടിക്കുവാൻ കൊടുത്തു. അതിനുശേഷം ശ്രീകാന്തിൻ്റെ കുറുക്കിൻ്റെ ഭാഗം വെളിച്ചെണ്ണ തേച്ച് പരിപാലന ശുശ്രൂഷ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം വച്ച് 3 തവണ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആഴ്ചയിൽ 4-ാം ദിവസമായപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മ മോളി പറഞ്ഞു, കുറുക്ക് സുഖപ്പെട്ടു, ഒരു പ്രശ്നവും ഇല്ല, ദൈവം സൗഖ്യപ്പെടുത്തിയെന്ന് എന്നോട് അറിയിച്ചു. ഞാൻ വീണ്ടും വീട്ടിൽ പോയി അത് കണ്ടപ്പോൾ പൂർണ്ണമായും യേശു ഒരു പുതിയ കുറുക്ക് പുനഃസ്ഥാപിച്ച് സൗഖ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത്. പഴയതല്ല, റിപ്പയർ ചെയ്തതുമല്ല, പുതിയതാണ്. യേശു കൊടുക്കുമ്പോൾ പുതിയതാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഒരു പുതിയ കുറുക്ക് കൊടുത്തു. കൂനി നടന്ന ശ്രീകാന്ത് കൂനില്ലാതെ നിവർന്ന് നടക്കുന്നത് കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ശ്രീകാന്തിനെ വിളിച്ച് പലരും ചോദിക്കുകയാണ്, നീ കൂനി നടന്നതല്ലേ, ഇപ്പോൾ നീ എങ്ങനെ നിവർന്ന് നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. ഇതുപോലെ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു, ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് 2-3 പ്രാവശ്യമൊക്കെ വന്ന് പ്രാർത്ഥിച്ച്
അങ്ങനെ ഇത് സുഖപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ മോളിയുടെ പക്കൽ നിന്നും ഞാൻ ഒരു നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ പൈസ മുടക്കി ബസ് കയറി വെളിച്ചെണ്ണയും വാങ്ങി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ യേശു കർത്താവ് ഈ കുടുംബത്തിന് അത്ഭുതം ചെയ്തു. ഈ വീഡിയോ നിങ്ങൾ കാണുക. എൻ്റെ പേര് ശ്രീകാന്താണ്. എൻ്റെ നടുവയ്യാതെ ഇരുന്നപ്പോൾ പാസ്റ്റർ വന്ന് 2-3 വട്ടം പ്രാർത്ഥിച്ച് ഇപ്പോൾ സൗഖ്യമായി. എൻ്റെ മകൻ ശ്രീകാന്ത് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സൈഡ് ചരിഞ്ഞ് ഇങ്ങനെ കൂഞ്ഞി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. പക്ഷേ ക്ലീറ്റസ് പാസ്റ്റർ വന്ന് എണ്ണ കൊണ്ടുവന്ന് കുറേ ദിവസം തടവി പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടി. ഇപ്പം നല്ലതുപോലെ നടക്കുന്നുണ്ട്. ദൈവം സൗഖ്യം കൊടുത്തു. യേശുവേ, ഈ വെള്ളത്തെ യേശുവിൻ്റെ രക്തമാക്കണമേ. ഈ വെള്ളത്തെ യേശുവിൻ്റെ രക്തമാക്കണമേ. രക്തക്കോട്ട തീ മതിലായി നിൽക്കണമേ. ദുഷ്ടശക്തികളെ തകർത്ത് കളയണമേ കർത്താവേ. ഈ വീട്ടിന് ചുറ്റും പാമ്പിൻ്റെ ശല്യം, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, അങ്ങയുടെ രക്തം ഈ ഭവനത്തിന് ചുറ്റും അങ്ങ് തളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദുഷ്ടശക്തികൾ എരിഞ്ഞു പോട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എരിഞ്ഞു പോട്ടെ, എരിഞ്ഞു പോട്ടെ. ഈ വെള്ളത്തെ യേശുവിൻ്റെ രക്തമാക്കി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടശക്തികളെ തകർത്ത് കളയണമേ. നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വെള്ളം തളിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാമ്പുകളും കെട്ടുകളും സാത്താന്യ ശക്തികളെല്ലാം എരിഞ്ഞു പോട്ടെ. നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും സ്വർഗം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ശക്തി. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യേശു പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കിടക്കയിൽ കിടന്ന ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം യേശു കണ്ടു. പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിൽ പോക. പക്ഷപാത രോഗം ആ നിമിഷം തന്നെ മാറിപ്പോയി. പിശാച് നമ്മെ പാപത്തിലേക്ക് വീഴ്ത്തുമ്പോൾ നമ്മെ രോഗത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്തു വരുന്നത്. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമുക്ക് രോഗങ്ങളൊന്നുമില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പല വിധത്തിലുള്ള പാപങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മെ രോഗികളാക്കുന്നത് പിശാചാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ശ്രീവിദ്യ എന്ന് പേരുള്ള സഹോദരിയെ നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ള സഹോദരി കൂട്ടിക്കൊണ്ടുവന്നു. വലത് കാലിൽ പാദത്തിൽ പ്ലാസ്റ്റർ ഇട്ട് 6 മാസം വരെ പ്ലാസ്റ്ററും തൂക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ആശുപത്രികൾ മാറി മാറി കൊണ്ടുപോയി ചികിത്സിച്ചു. വാതരോഗമെന്നാണ് പറഞ്ഞത്. പല പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച പോകാറുണ്ട്. ആരും ഈ ശ്രീവിദ്യ എന്ന സഹോദരിയെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ, ഈ വാതരോഗത്തെ ഒന്ന് മാറ്റുവാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല.
പക്ഷെ അവർ പള്ളിയിൽ പോകുന്നുണ്ട്. ആരും പ്രാർത്ഥിച്ചില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അല്പവെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വലതുകാലിലെ ആ പ്ലാസ്റ്ററിൻ്റെ പുറത്ത് യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞ് തളിച്ച് ബാക്കി വെള്ളം കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഇടതുകാലിലെ തള്ളവിരൽ കൊണ്ട് ശ്രീവിദ്യയുടെ തള്ളവിരലിൽ തൊട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിനു ശേഷം ശ്രീവിദ്യ അടുത്ത ഞായറാഴ്ച കൂട്ടായ്മയിൽ വന്നില്ല. നമ്മുടെ കൂട്ടായ്മയിലെ സഹോദരിയെടുത്ത് ചോദിച്ചു, ശ്രീവിദ്യ എന്താ വരാഞ്ഞത്, എവിടെ പോയി, കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടുത്ത ഞായറാഴ്ച കൂട്ടുകാരിയുമായി ശ്രീവിദ്യ കൂട്ടായ്മയിൽ കടന്നു വന്നു. അപ്പോഴാണ് കൂട്ടുകാരി പറയുന്നത്, പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ. നേരത്തെ കിട്ടി വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? നേരത്തെ കിട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നോക്കും. കുറച്ചുകൂടെ പ്രവർത്തിക്കാനുണ്ട് കേട്ടോ. എത്ര മാസം കൊണ്ട് നടന്നു? 6 മാസം ക്ലാസ് ഇട്ടുകൊണ്ട് നടന്നല്ലേ? അതിനുശേഷമാണിത് സൗഖ്യം കിട്ടിയത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉണക്കി. അപ്പം ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, രോഗശാന്തി, ഭൂതശാന്തി, സകലതും അത് യഥാർത്ഥമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.